കൂട്ടുകാരെ, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരനുഭവമാണ്. അപ്പോൾ നേരെ കഥയിലോട്ട് പോകാം. എൻ്റെ വീട് കുട്ടനാടാണ്. കുട്ടനാടിൻ്റെ സൗന്ദര്യം പറയേണ്ടതില്ലല്ലോ, അത്രയ്ക്ക് മനോഹരമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ഓർക്കാൻ ഭയപ്പെടുന്നതുമായ അത്തരത്തിലുള്ള ഒരു നടന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കുറച്ചു കാലം പിന്നിലേക്ക് പോണം. ഞാൻ +2 പഠിക്കുന്ന സമയം. +2 എന്നത് ഏതൊരു കുട്ടിയെ സംബന്ധിച്ച് ഒരു കടമ്പയാണല്ലോ. ഓണപരീക്ഷയുടെ പേടിയിലും ചൂടിലുമായിരുന്നു ഞാൻ. വീട്ടിലെ ബഹളമെല്ലാം മാറി നന്നായി പഠിക്കാനായിരുന്നു ഞാൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് മാറിയത്. കുട്ടനാട്ടിൽ തന്നെയായിരുന്നു ആൻറ്റിയുടെ വീടും. പക്ഷേ നഗരത്തിൻ്റെ തിരക്കുകൾ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കായലോരത്താണ് ആൻറ്റിയുടെ വീട്. ബൈക്ക് മാത്രം കയറുന്ന വഴിയെ കുറെ ചെന്നാലേ വീട്ടിലെത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു സ്വകാര്യതയും ശൂന്യതയും ആ വീടിന് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു. വലിയ ആഡംബരങ്ങളൊന്നുമില്ലാത്ത എന്നാൽ വല്ലാത്തൊരു ഭംഗിയുള്ള കൊച്ചു വീട്. 2 കിടപ്പുമുറികൾ, ഒരു ഹാൾ, ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഏരിയയും പിന്നെ അടുക്കളയോട് ചേർന്ന് ഒരു ബാത്റൂമും. വീടിന് പുറത്ത് വേറെയും ബാത്റൂം ഉണ്ടായിരുന്നു. എനിക്കേറെ പ്രിയപ്പെട്ടതായിരുന്നു ആ വീട്. പകൽ സമയത്ത് ഈ വീട് സ്വർഗമാണ്. ജനലിലൂടെ വരുന്ന കാറ്റും മരങ്ങളുടെ ഇല അനക്കവും എല്ലാം നല്ല രസമാണ്. എന്നാൽ സന്ധ്യ മയങ്ങുന്നതോടെ ആ വീടിൻ്റെ ഭാവം മാറും. പകല് കണ്ട ഭംഗിയായിരിക്കില്ല രാത്രിയിൽ. കാറ്റിലലയുന്ന തെങ്ങോലകൾക്ക് പോലും മറ്റൊരു ഭാവമായിരിക്കും. ആ വീടിൻ്റെ ചുമരുകൾക്കുള്ളിൽ എൻ്റെ യുക്തിക്കും വിശ്വാസത്തിനും അപ്പുറം എന്നെയും കാത്ത് ഒരു അതിഥി ഉണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. +2 എന്നത് ആ കാലത്ത് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. പ്രത്യേകിച്ചും എൻ്റെ വീട്ടിൽ. +2 ജയിക്കുക എന്നതിലുപരി നല്ല മാർക്ക് വാങ്ങുക എന്നത് ഒരു അഭിമാന പ്രശ്നമായിരുന്നു. മോഡൽ പരീക്ഷയുടെ ദിവസങ്ങളിൽ എൻ്റെ അമ്മയുടെ വാക്കുകൾ എപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുമായിരുന്നു. മര്യാദയ്ക്ക് പഠിച്ചോ, തോറ്റാൽ കുടുംബത്തിന് നാണക്കേടാണ്. മാർക്ക് കുറഞ്ഞാൽ ഒരിടത്തും അഡ്മിഷൻ കിട്ടില്ല. തോറ്റവരുടെ കൂടെ പോയിരുന്ന് പരീക്ഷ എഴുതേണ്ടി വരും. ആ വാക്കുകൾ ഉണ്ടാക്കിയ പേടി ചില്ലറയൊന്നും ആയിരുന്നില്ല. പുറംലോകവുമായി എനിക്ക് ബന്ധമില്ലാതെയായി. എന്നാൽ പുസ്തകത്താളുകളിൽ മുഖം താഴ്ത്തി ഇരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ ഇരിക്കുന്നത് എവിടെയാണെന്നും ആ വീടിൻ്റെ തൊട്ടപ്പുറത്ത് എന്താണെന്നും. എൻ്റെ ആൻറ്റിയുടെ വീട് എത്ര മനോഹരം! എന്നാൽ അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം അത്ര സുന്ദരമായിരുന്നില്ല. വീടിൻ്റെ പിന്നാമ്പുറത്ത് അടുക്കള വശത്തോട് ചേർന്ന് മതിൽക്കെട്ടില്ലാത്ത ചെറിയ ഒരു അതിരുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ കാണുന്നത് തെങ്ങിൻ തോപ്പുകളോ കായലോ മാത്രമല്ല, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ആ ഗ്രാമത്തിലെ ശവപ്പറമ്പ്. പകൽ സമയത്ത് അവിടെ വലിയ അനക്കമൊന്നും കാണില്ല. മരങ്ങൾ തിങ്ങി നിറഞ്ഞ കാട് പിടിച്ച ഒരിടം പോലെ തോന്നും. പക്ഷേ അവിടെ മരിച്ചവരുടെ ലോകമാണ്. ആ വീടിൻ്റെ അടുക്കളയുടെ വാതിൽ തുറന്നാൽ കാണുന്നത് കത്തുന്ന ചിതകളാണ്. പരീക്ഷാ പേടി കാരണം ഞാനത് കാര്യമാക്കിയില്ല. എന്നാൽ സന്ധ്യ മയങ്ങുമ്പോൾ അവിടെ നിന്ന് വരുന്ന കാറ്റിന് പ്രത്യേക തണുപ്പാണ്. സംഭവം നടക്കുന്നത് ഒരു വൈകുന്നേരമാണ്. സമയം ഏകദേശം 6 മണി. സന്ധ്യ മയങ്ങി ഇരുട്ട് വീഴുന്നതേ ഉള്ളൂ. പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇടയ്ക്കൊന്ന് വിശ്രമിക്കാൻ വേണ്ടി എഴുന്നേറ്റു. 6 മണി എന്നുള്ളത് എനിക്ക് സ്ഥിരമായി ഒരു ബ്രേക്ക് ടൈമാണ്. വീടിൻ്റെ അടുക്കളയുടെ ഭാഗത്ത് കാറ്റ് കൊള്ളാൻ പോയി. അതുവരെ തെളിഞ്ഞു നിന്ന അന്തരീക്ഷം പെട്ടെന്ന് മാറി. എവിടെ നിന്നോ ഒരു പുക വീടിനുള്ളിലേക്ക് ഇരച്ചു കയറി. സാധാരണ വിറക് കത്തുമ്പോഴോ അടുപ്പ് കത്തുമ്പോഴോ ഉണ്ടാകുന്ന പുകയായിരുന്നില്ല അത്. നിമിഷ നേരം കൊണ്ട് വീട് മുഴുവൻ പുക മൂടി. പക്ഷേ പുകയേക്കാൾ ഭീകരം അതിനോടൊപ്പം ഉണ്ടായിരുന്ന ഗന്ധമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത രൂക്ഷഗന്ധം. എൻ്റെ ശ്വാസകോശത്തിലേക്ക് ആ മണം ഇരച്ചു കയറി. കൂടാതെ മറ്റെന്തോ കൂടി കയറിക്കൂടി. എന്തോ ഒരു മരവിപ്പ്. തൊട്ടടുത്തുള്ള ചുടുകാട്ടിൽ നിന്നാണ് അത് വരുന്നതെന്ന് മനസ്സിലായി. ആ പുകയ്ക്ക് സാധാരണ ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് വെറുമൊരു പുകയായിരുന്നില്ല, മറിച്ച് വരാൻ പോകുന്ന ഭീതിയുടെ മുന്നറിയിപ്പായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. എന്താ ആൻറ്റി ഈ പുക? നിൽക്കാൻ പറ്റുന്നില്ല. ആ സ്മെല്ല് കാരണം മൂക്ക് പൊത്തിക്കൊണ്ട് ഞാൻ ചോദിച്ചു. അടുക്കളയിലായിരുന്ന ആൻറ്റി അത് കാര്യമാക്കാതെ പറഞ്ഞു, അത് അടുത്തുള്ള ശവപ്പറമ്പിൽ നിന്നാ മോളെ. അവിടെ ഇന്ന് ആരെയെങ്കിലും ദഹിപ്പിച്ചിട്ടുണ്ടാകും.
കാറ്റ് ഇങ്ങോട്ടായതുകൊണ്ടാ പുക മുഴുവൻ വീട്ടിലേക്ക് കയറിയത്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാകും. ആൻറ്റി അത് നിസ്സാരമായാണ് പറഞ്ഞത്. അവർക്കത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ശല്യം മാത്രമായിരുന്നു. എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഗതികെട്ടാത്ത ആത്മാക്കൾ, അവർ ഇവിടെ വിട്ടു പോകില്ലെന്നും അവസാനമായി തങ്ങിയ ഇടങ്ങളിൽ കറങ്ങി നടക്കുമെന്നും പഴമക്കാർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. വായു ശ്വസിച്ചപ്പോൾ ആ മരിച്ച ആളുടെ ആത്മാവും ഉള്ളിലോട്ട് പ്രവേശിച്ചോ എന്ന് വല്ലാത്തൊരു തോന്നലുണ്ടായി. അന്നത്തെ ആ സന്ധ്യയ്ക്ക് എന്തോ ഒരു അശുദ്ധി ഉണ്ടായിരുന്നു. പുക എവിടെയോ തങ്ങി നിൽക്കുന്നത് പോലെ. വരാൻ പോകുന്ന ഭയാനക കാഴ്ചയുടെ ആദ്യ സ്പർശനമാണ് ആ പുകയെന്ന് ഞാൻ ഭയന്നു. ആ അതിഥി വീട്ടിനുള്ളിൽ കയറിക്കഴിഞ്ഞു. ആൻറ്റിയുടെ വീട്ടിൽ വൈകിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക എന്നത് ചടങ്ങല്ല, അതൊരു നിർബന്ധമാണ്. സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാവരും, കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, ഹാളിൽ ഒരുമിച്ചിരുന്ന് നാമം ചൊല്ലണം. ആ വീടിൻ്റെ ഐശ്വര്യവും സംരക്ഷണവും ആ പ്രാർത്ഥന എന്നാണ് അമ്മച്ചിയും അപ്പച്ചനും വിശ്വസിച്ചിരുന്നത്. പക്ഷേ അന്ന് കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. എൻ്റെ മനസ്സ് നിറയെ എക്സാം ആയിരുന്നു. എക്സാമിൽ തോറ്റാൽ ഉണ്ടായേക്കാവുന്ന നാണക്കേടും മാർക്ക് കുറഞ്ഞാൽ നല്ല അഡ്മിഷൻ കിട്ടില്ല എന്ന അമ്മയുടെ വാക്കുകളും എന്നെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കി. ദൈവത്തേക്കാൾ വലിയ ഭയം എനിക്കന്ന് പരീക്ഷയോടായിരുന്നു. അതുകൊണ്ട് ആ പതിവ് തെറ്റിക്കാൻ ഞാൻ തീരുമാനിച്ചു. സമയം ഏകദേശം 7:30 ആയി കാണും. എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. ഇന്ന് ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല എന്ന് വീട്ടുകാരോട് പറഞ്ഞു. സാധാരണഗതിയിൽ അത് അനുവദിക്കില്ല. എങ്കിലും +2 എന്ന കടമ്പ ഓർത്ത് അവർ എന്നെ നിർബന്ധിച്ചില്ല. വീട്ടിലെ മറ്റുള്ളവർ പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടി. അവിടെ നാമജപങ്ങൾ ഉയർന്നു തുടങ്ങി. ഞാൻ ഡൈനിങ് ടേബിളിനോട് ചേർന്നുള്ള ചെറിയ റൂമിലേക്ക് കയറി വാതിലടച്ചു. പ്രാർത്ഥന നടക്കുന്ന ഹാളിൽ നിന്ന് എന്നെ വേർതിരിക്കുന്ന വാതിലടയുമ്പോൾ ഞാൻ സുരക്ഷിതമായൊരു വൃത്തത്തിൽ നിന്ന് പുറത്തു പോവുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ മുറിയിൽ പുസ്തകങ്ങളുടെ കൂമ്പാരത്തിൻ്റെ നടുവിൽ ഞാൻ തനിച്ചായിരുന്നു. പുറത്തെ പ്രാർത്ഥനാ ശബ്ദം നേർത്ത ഒരു മുഴക്കം പോലെ മാത്രം. ആ അടച്ചിട്ട മുറിയിൽ ഏകാന്തതയിൽ നേരത്തെ ശ്വസിച്ച ആ മരണത്തിൻ്റെ ഗന്ധം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ അറിയാതെ തന്നെ അപകടത്തിലേക്ക് വാതിൽ തുറന്നു കൊടുക്കുകയായിരുന്നു. പുസ്തകത്താളുകളിൽ മുഖം താഴ്ത്തിയിരുന്ന ഞാൻ പെട്ടെന്നാണ് ആ മാറ്റം ശ്രദ്ധിച്ചത്. അതുവരെ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന എല്ലാ ശബ്ദങ്ങളും പെട്ടെന്ന് നിലച്ചതുപോലെ. പുറത്തെ ഹാളിൽ നിന്ന് കേൾക്കുന്ന വീട്ടുകാരുടെ നാമജപവും പ്രാർത്ഥനാ ശബ്ദവും എനിക്ക് കേൾക്കാൻ കഴിയാതെയായി. അത് നിലച്ചതാണോ? എനിക്കറിയില്ല. ഒരു വല്ലാത്ത ശൂന്യത ആ മുറിയിൽ തളം കെട്ടി നിന്നു. ആ നിശബ്ദതയിൽ കേൾക്കാൻ കഴിഞ്ഞത് ഒരു ശബ്ദം മാത്രമാണ്. എൻ്റെ തലയ്ക്ക് മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പഴയ സീലിംഗ് ഫാനിൻ്റെ ശബ്ദം. സാധാരണ സമയങ്ങളിൽ ആ ശബ്ദം ശല്യമായി തോന്നാറില്ല. പക്ഷേ അന്ന് ആ കൂരിരുട്ടിലും നിശബ്ദതയിലും ആ ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഓരോ ശബ്ദവും എൻ്റെ ഹൃദയമിടിപ്പ് ഉച്ചത്തിലാണെന്ന് തോന്നി. വായുവിന് കനം വയ്ക്കുന്ന പോലെ എൻ്റെ ശരീരം തണുത്തു വിറച്ചു. എൻ്റെ പിന്നിൽ മറ്റെന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയാൻ തുടങ്ങി. ആ മുറിയിൽ ഞാൻ തനിച്ചല്ല എന്നൊരു തോന്നൽ എന്നെ വല്ലാതെ അലട്ടി. എൻ്റെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങി. ഞാൻ ഇരുന്നത് ഡോറിന് ഓപ്പോസിറ്റായിരുന്നു. എൻ്റെ മുഖം ഭിത്തിയുടെ ഭാഗത്തേക്കും പുറം ഡോറിലോട്ടുമായിരുന്നു. ബുക്കിൽ നിന്ന് കണ്ണെടുക്കാതെ ഞാൻ ഇരുന്നു. പെട്ടെന്ന് മനസ്സിലൊരു തോന്നൽ. ആരോ എൻ്റെ പിന്നിൽ നിൽക്കുന്നു. വെറുതെ നിൽക്കുവല്ല, എന്നെ തന്നെ നോക്കിക്കൊണ്ട് ആരോ എൻ്റെ തൊട്ടു പിന്നിലുണ്ട്. കഴുത്തിന് പിന്നിൽ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഒരു തണുപ്പ് നട്ടലിലൂടെ ഇരച്ചു കയറി. തിരിഞ്ഞു നോക്ക്, തിരിഞ്ഞു നോക്ക് എന്ന് എൻ്റെ ഉൾമനസ്സ് എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. യുക്തിക്ക് നിരക്കാത്ത ഒരു പേടിയായിരുന്നു അത്. പക്ഷേ ആ തോന്നൽ നിരസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ ആ അദൃശ്യമായ നോട്ടത്തിൻ്റെ ശക്തി താങ്ങാനാവാതെ എല്ലാ ധൈര്യവും സംഭരിച്ച് ഞാൻ കസാരയിൽ നിന്ന് വെട്ടിത്തിരിഞ്ഞു. എൻ്റെ നോട്ടം ചെന്ന് പതിച്ചത് റൂമിലിരുന്ന ടിവിയുടെ അടുത്തായിരുന്നു. ഞാൻ തരിച്ചുപോയി. എൻ്റെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി. അവിടെ
ആ ടി വിയുടെ അടുത്ത് ഒരാൾ നിൽക്കുന്നു. അല്ല, അതൊരു മനുഷ്യനായിരുന്നില്ല. കറുത്ത നിറമുള്ള ഒരു രൂപം. മനുഷ്യൻ്റെ ആകൃതി. കൈകളും കാലുകളും ഉടലുമുണ്ട്. പക്ഷെ മുഖമില്ല. കണ്ണില്ല, മൂക്കില്ല, വായില്ല. ശരീരം മുഴുവൻ കട്ട പിടിച്ച ഇരുട്ട് കൊണ്ടുണ്ടാക്കിയ പോലെ. ഒരു നിഴൽ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ. നമ്മുടെ നിഴൽ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് വന്നാൽ എങ്ങനെയിരിക്കും? അതുപോലെ അതവിടെ അനങ്ങാതെ നിൽക്കുന്നു. ആ മുഖമില്ലാത്ത തല എന്നെ തന്നെ നോക്കുകയാണ്. ആ നിമിഷം സമയം നിലച്ചതുപോലെയായിരുന്നു. ഭയം കൊണ്ട് എൻ്റെ ശബ്ദം പുറത്തു വരാതെ തൊണ്ടയിൽ കുടുങ്ങി. എങ്ങനെയൊക്കെയോ ശക്തിയെടുത്ത് ഞാൻ ഉറക്കെ നിലവിളിച്ചു. ആ നിലവിളി അവിടെയെല്ലാം മുഴങ്ങി. ഭയം കൊണ്ട് വിറയ്ക്കുന്ന കാലുകളോടെ ഞാൻ കസാരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഡൈനിങ് ഹാളിലൂടെ മെയിൻ ഹാളിലേക്ക് ഓടി. നിലവിളി കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വീട്ടുകാർ ഞെട്ടി. എല്ലാവരും ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ കിതച്ചുകൊണ്ട് വിറയ്ക്കുന്ന കൈകൾ ചൂണ്ടി പറഞ്ഞു, അവിടെ ടി വിയുടെ അടുത്ത് ഒരു കറുത്ത രൂപത്തെ ഞാൻ കണ്ടു. എൻ്റെ മുഖത്തെ ഭാവം കണ്ട് അവർ ആദ്യം ഒന്ന് ഭയന്നെങ്കിലും ഞാൻ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ കറുത്ത രൂപം അപ്പോഴേക്കും എങ്ങോ മാഞ്ഞുപോയി. നീ എന്താ ഈ പറയുന്നത്? അവിടെ ഒന്നുമില്ല, ആൻറ്റി എൻ്റെ തോളിൽ പിടിച്ചും കൊണ്ട് പറഞ്ഞു. അല്ല ആൻറ്റി, സത്യമായിട്ടും ഞാൻ കണ്ടതാ ഒരു കറുത്ത രൂപം നിൽക്കുന്നത്. ഞാൻ കരച്ചിലിൻ്റെ വക്കോളം എത്തിയായിരുന്നു. പക്ഷേ ആരും അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. പരീക്ഷയുടെ ടെൻഷൻ കാരണം എനിക്ക് തോന്നിയതാവും എന്നാണ് അവരുടെ ചിന്ത. നീ ഇരുന്ന് പഠിച്ച് ക്ഷീണിച്ചത് കൊണ്ട് ഉറങ്ങിപ്പോയി കാണും. സ്വപ്നം കണ്ടതാവും, അല്ലാതെ പ്രേതവും ഭൂതവും ഒന്നും അല്ല. ആൻറ്റി അത് തള്ളിക്കളഞ്ഞു. ഇതൊരു ഹാലുസിനേഷൻ മാത്രമാണ്. എനിക്ക് സങ്കടവും ദേഷ്യവും വന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. എൻ്റെ ബോധമനസ്സിൽ തന്നെയായിരുന്നു ആ കാഴ്ച ഞാൻ കണ്ടത്. ആ രൂപം അവിടെ തന്നെ എവിടെയോ മറഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ വാദം ആരും അംഗീകരിച്ചില്ലെങ്കിലും എനിക്ക് പഠിക്കാതെ നിവൃത്തിയില്ലായിരുന്നു. പരീക്ഷ എന്ന യാഥാർത്ഥ്യം മുന്നിലുള്ളത് കൊണ്ട് പിറ്റേന്നും ഞാൻ പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇന്നലെ എനിക്ക് തോന്നിയതാവും, ആൻറ്റി പറഞ്ഞതുപോലെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയപ്പോൾ സ്വപ്നം കണ്ടതാവും എന്ന് സ്വയം സമാധാനിക്കാൻ ഞാൻ ശ്രമിച്ചു. സമയം സന്ധ്യയായി. വീട്ടുകാർ പതിവ് പോലെ ഹാളിൽ പ്രാർത്ഥിക്കാനിരുന്നു. ഞാൻ റൂമിൽ പഠിക്കാനും ഇരുന്നു. ഇന്നലെ സംഭവം നടന്ന അതേ സമയം 7:30 കഴിഞ്ഞ് 8 പെട്ടെന്നാണ് ആ മാറ്റം സംഭവിച്ചത്. ഇന്നലത്തെ അതേ അന്തരീക്ഷം മാറാൻ തുടങ്ങി. പുറത്തെ പ്രാർത്ഥന നിലച്ചു. മുറി മുഴുവൻ ഭയാനകരമായ നിശബ്ദത നിറഞ്ഞു. എൻ്റെ നെഞ്ച് പടപട ഇടിക്കാൻ തുടങ്ങി. തലയ്ക്ക് മുകളിൽ ഫാനിൻ്റെ അതേ ശബ്ദം. എനിക്ക് ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയായി. എൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. നോക്കരുത്, തിരിഞ്ഞു നോക്കരുത് എന്ന് എൻ്റെ മനസ്സിനോട് ഞാൻ പറഞ്ഞു. പക്ഷേ എന്തോ ഒരു ശക്തി എന്നെ നിയന്ത്രിക്കുന്നത് പോലെ ഭയത്താൽ വിറച്ച് ഞാൻ മെല്ലെ തിരിഞ്ഞു നോക്കി. എൻ്റെ രക്തം മരവിച്ചു പോയി. അതാ നിൽക്കുന്നു, ഇന്നലത്തെ അതേ സ്ഥലത്ത് ടി വിയുടെ അരികിൽ ആ കറുത്ത രൂപം. അനങ്ങാതെ ഒരൊറ്റ നിൽപ്പ്. ആ രൂപം എന്നെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നു. ഇന്നലെ കണ്ടത് എൻ്റെ തോന്നലായിരുന്നില്ല, അതൊരു സത്യമായിരുന്നു. എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. ഇന്നലത്തിലും ഉച്ചത്തിൽ ഞാൻ അലറി വിളിച്ചു. എല്ലാവരും എൻ്റെ നിലവിളി കേട്ട് പ്രാർത്ഥന നിർത്തി അങ്ങോട്ട് പാഞ്ഞെത്തി. ഞാൻ പേടിച്ച് വിറച്ച് മൂലയിലിരിക്കുന്നു. ആ മുറിയിലെ അന്തരീക്ഷം അപ്പോഴേക്കും എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അത് വെറുമൊരു തോന്നലല്ല, മറ്റെന്തോ ആണെന്ന് അവർക്ക് മനസ്സിലായി. എൻ്റെ ഭയന്നരണ്ട കോലം കണ്ട് വീട്ടിലെ മുതിർന്നവർക്ക് കാര്യം മനസ്സിലായി. ഇത് വെറുമൊരു പരീക്ഷാപ്പേടിയല്ല. വീടിന് പിന്നിലെ ചുടുകാടും സന്ധ്യാനേരത്തെ ആ മുറിയും എൻ്റെ ഒറ്റപ്പെടലും എല്ലാം ചേർന്ന് എവിടെയോ പിഴച്ചിട്ടുണ്ട്. അമ്മച്ചി മുന്നിലോട്ട് വന്നു. ആ മുഖത്ത് ഗൗരവമുണ്ടായിരുന്നു. ഇനി മുതൽ പ്രാർത്ഥന മുടക്കി പഠിക്കാനിരിക്കണ്ട, അമ്മച്ചി കർശനമായി പറഞ്ഞു. സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും നാമം ചൊല്ലണം. പഠിക്കുന്നതൊക്കെ അത് കഴിഞ്ഞാവാം. ഈ സന്ധ്യാസമയത്ത് ഇവിടെ തനിച്ചിരിക്കരുത്. അമ്മച്ചിയുടെ വാക്ക് അവിടെ നിയമമായിരുന്നു. അന്നു മുതൽ ഞാൻ സന്ധ്യാപ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഭയം കൊണ്ടാണോ ഭക്തി കൊണ്ടാണോ എന്നറിയില്ല, എല്ലാവർക്കും ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങി.
അത്ഭുതമെന്ന് പറയട്ടെ, പിന്നെ ഒരിക്കൽ പോലും ആ രൂപത്തെ ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഫാനിൻ്റെ ശബ്ദമോ ഭയപ്പെടുത്തുന്ന നിശബ്ദയോ പിന്നീട് എന്നെ തേടി വന്നിട്ടില്ല. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഇന്നും എനിക്കറിയില്ല അന്ന് ഞാൻ കണ്ടത് എന്തായിരുന്നുവെന്ന്. ആ സന്ധ്യാസമയത്ത് ശ്വസിച്ച പുകയിലൂടെ ഏതോ ഒരു ആത്മാവ് എന്നിലെത്തിയതാണോ? ഗതി കിട്ടാത്ത ഏതോ ഒരു ജീവൻ അവസാനമായി ആ വീട്ടിൽ തങ്ങി നിന്നതാണോ? ഇന്നും കുട്ടനാടിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ആ കായലോരത്തെ വീടും അവിടുത്തെ ഇരുട്ടുമാണ്. ഇതൊക്കെ എൻ്റെ തോന്നലാണ് എന്ന് പലരും പറഞ്ഞേക്കാം. പക്ഷേ ആ പഴയ വീട്ടിലെ അടച്ചിട്ട മുറിയിൽ എന്നെയും ഉറ്റുനോക്കിക്കൊണ്ട് ആ നിഴൽ രൂപം നിന്നിരുന്നു എന്നത് 100% സത്യമാണ്. ഞാൻ ഇന്നും കൂടുതൽ തെളിവുകൾക്കായി കാത്തിരിക്കുന്നു. പക്ഷേ ആ അനുഭവം അതൊരിക്കലും മായാതെ ഒരു നോവായി എൻ്റെ ഓർമ്മയിലുണ്ട്. ഇത് കേൾക്കുന്നവരോട്, നിങ്ങളെയും നോക്കി ഇതുപോലൊരു അതിഥി എവിടെയോ ഉണ്ട്. തനിച്ച് സന്ധ്യാസമയം ഒറ്റയ്ക്കിരിക്കരുത്. സൂക്ഷിക്കുക.